64ാമത് സ്കൂൾ കലോത്സവത്തിന്റെ സമാപന ദിനം എന്ന് പറയുമ്പോൾ വാശിയേറിയ മത്സരമാണ്. ജില്ലകൾക്കും ഇത് വളരെ വാശിയേറിയ ഒരു സമയമാണ് കേട്ടോ. കാരണം ചെറിയ ചെറിയ പോയിന്റുകളുടെ വ്യത്യാസത്തിലാണ് മത്സരം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ അതെ, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്നാണ് പോയിന്റ് നിലയിൽ ഒരു വ്യത്യാസം വന്നത്. അതെ, ഇനി ആര് കേറും ആരിറങ്ങും എന്നൊക്കെയുള്ള ആരായിരിക്കും കപ്പെടുക്കുക എന്നുള്ളത്. സാധ്യതകൾ 3 സ്ഥാനത്തുള്ള ജില്ലകൾക്കും സാധ്യതകൾ ഉണ്ട്. അപ്പൊ അതങ്ങനെ നോക്കിയിരിക്കുകയാണ്, മത്സരങ്ങൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ TCV സ്റ്റുഡിയോയിൽ ഒരു അതിഥിയെ കിട്ടിയിട്ടുണ്ട്. അതെ, അതിഥി വയനാട് നിന്ന് വന്ന അതിഥിയാണ്. അതിഥിയുടെ പേരെന്താണ്? ഗൗതം കൃഷ്ണ. ഗൗതം കഥകളി സംഗീതം കഴിഞ്ഞു വന്നതാണ് അല്ലേ? ഹയർ സെക്കൻഡറി വിഭാഗം. ഗൗതം ഏത് സ്കൂളിലാണ്? വയനാട് GVHSS അമ്പലവേൽ. കുറെ കാലമായോ പഠിക്കാൻ തുടങ്ങിയിട്ട്? ആരാണ് ഗുരു? റോസാൻസ് ടീച്ചർ. അപ്പോ കലോത്സവത്തില് മുൻപ് വരാറുണ്ടോ അതോ ആദ്യമാണോ? എങ്ങനെയാ? കലോത്സവത്തിന് മുമ്പ് വന്നിട്ടുണ്ട്, പക്ഷെ സ്റ്റേറ്റിൽ ആദ്യമായിട്ട്. സ്പെഷ്യലാണ്. എങ്ങനെയുണ്ട് സ്റ്റേറ്റ് ലെവൽ കലോത്സവം? സ്റ്റേറ്റില് ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെ എല്ലാ സ്ഥലത്തും. മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു അല്ലേ? റിസൾട്ട് വന്നിട്ടില്ല. അപ്പൊ റിസൾട്ട് വരണേക്ക് മുമ്പ് നമുക്കൊരു ഓൾ ദി ബെസ്റ്റ് കൊടുക്കാം. അല്ല, എനിക്ക് ഓൾറെഡി ഇന്നലെയാണ് കഴിഞ്ഞത്. ഓക്കെ ഓക്കെ, അപ്പൊ ആളുടെ മത്സരം കഴിഞ്ഞു. ഗ്രേഡ് ഉണ്ട്. അടിപൊളി. അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തിലാണ് ഇന്ന് നടക്കുന്നത് അല്ലേ? ഇന്ന് എൻജോയ് ചെയ്യാനായിട്ടുള്ള ഒരു ദിവസമാണ്. ഇന്ന് ബാക്കി പരിപാടികളൊക്കെ കണ്ട് ഒക്കെ എൻജോയ്. ഇന്നലെ വരെ നമുക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടാവുമല്ലോ, മത്സരം കഴിയണം, റിസൾട്ട് വരണം. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഹാപ്പി ആയിട്ട് കലോത്സവം അടിച്ചു പൊളിച്ച് നടക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് എന്താ തോന്നുന്നത്? നല്ല രസമുണ്ട്. എങ്ങനെയാണ് കലോത്സവത്തിൽ വന്നിട്ടുള്ള ഒരു അനുഭവങ്ങൾ? അല്ല, തൃശ്ശൂർ ഇഷ്ടമായോ? തൃശ്ശൂർ ആദ്യമായിട്ടാണോ? തൃശ്ശൂര് അല്ലല്ല, മാമന്റെ വീട് ഇവിടെ അടുത്താണ്. അപ്പൊ തൃശ്ശൂർക്കാരൻ പോലെ തന്നെയാണ്. നമുക്കപ്പോ തൃശ്ശൂർക്കാരൻ തന്നെ പറയാം, നമ്മൾ അങ്ങനെയാണ്. അതെ, അപ്പൊ തൃശ്ശൂർ വന്നാ പിന്നെ തൃശ്ശൂർക്കാരനാണ്. തൃശ്ശൂർ വന്നാ പിന്നെ തൃശ്ശൂർക്കാരനായി. അപ്പൊ എന്തായാലും ഗൗതം കഥകളി സംഗീതത്തിന്റെ ഒരു ചെറിയ പോർഷൻ ഞങ്ങൾക്കായിട്ടൊന്ന് പ്രസന്റ് ചെയ്ത് തരോ? കണ്ടോ തുങ്കാനും ഭാവനാമിൻ എങ്ങാനും ഉണ്ടോ? കണ്ടോ തുങ്കാനും ഭാവനാമിൻ ചെങ്ങാതി. ഗൗതം കഥകളി കാണാനൊക്കെ പോവാറുണ്ടോ? കഥകളി സംഗീതം അറിയുന്ന ഒരാളെന്ന നിലയ്ക്ക് മത്സരത്തിന് മാത്രമാണോ അല്ലാതെ അവതരിപ്പിക്കാറുണ്ടോ? ഇല്ല, ഞാൻ മത്സരത്തിന് വേണ്ടി മാത്രമായിട്ട് പഠിച്ചത്. പക്ഷെ ഇത് മത്സരത്തിൽ മാത്രം ഒതുക്കാൻ പാടില്ല അല്ലേ? അതെ, ഇത് നമുക്ക് കുറച്ചും കൂടെ പ്രൊഫഷണൽ ആയിട്ട് എടുക്കാം. മത്സരത്തിൽ മാത്രം ഒതുക്കരുത് നമ്മുടെ കലേനെ, അത് മാത്രമേ പറയുള്ളൂ. പിന്നെ ആള് ശാസ്ത്രീയ സംഗീതം പഠിക്കുന്ന ആളാണ്. പിന്നെ പാട്ട് കേൾക്കുമ്പോൾ തന്നെ നല്ല ശബ്ദം. അപ്പൊ ഞാൻ ചോദിക്കാൻ വരായിരുന്നു, വേറെ പാട്ട് പാടുമോന്ന്? പാടും, നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടിത്തരും അല്ലേ? ഓക്കെ. കോവിലിൽ പുലർവേളയിൽ ജയദേവഗീതാലാപനം കേവലാനന്ദാമൃത തിരയാഴിയിൽ നീരാടിനാം പുത്തിലഞ്ഞീ ചോട്ടിൽ മലർമുത്തു കോർക്കാൻ പോകാം ആന കേറാമേട്ടിൽ ഇനി ആയിരത്തിരി കൊളുത്താം ഇനിയുമീ കഥകളിൽ കളിയാടാൻ മോഹം ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പുൻതന്തിയിൽ. എന്ത് രസമാണ് ഗൗതം പാടാൻ കേൾക്കാനായിട്ട്. ഒന്നാമത് ഇതിന്റെ ഫേവറേറ്റ് സോങ്. അപ്പൊ എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. അത് പെട്ടെന്ന് പാടി കേട്ടപ്പോഴേ ഭയങ്കര സന്തോഷം. ഭയങ്കര സോൾഫുൾ ആയിട്ടുള്ള സിംഗിങ് ആണ് ഗൗതമിന്റെ സൈഡിൽ നിന്ന് നമ്മുടെ TCVയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഗൗതം പാടിയത്. സൂര്യക്ക് അത്ര ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്കൊരു സ്നേഹോപഹാരം നൽകാം. ഞാൻ കൊടുക്കാം. അതെ, സൂര്യ തന്നെ കൊടുക്കും. നമുക്ക് ഡോക്ടർ റാണി മേനോൻ മാക്സ് വിഷൻ ഐ ഹോസ്പിറ്റൽ നൽകുന്ന ഒരു സ്നേഹോപഹാരം നൽകുകയാണ് ഗൗതമിന്. ഇനിയും ഒരുപാട് നല്ല നല്ല പാട്ടുകൾ ഗൗതത്തിന്റെ നമുക്ക് കേൾക്കണം അല്ലേ? അതുപോലെ തന്നെ കലോത്സവത്തിൽ മാത്രം ഒതുങ്ങിക്കൂടരുതെന്നും കൂടി പറയാണ്. ഇനിയും മുന്നോട്ട് വേദികളിൽ പാടണം. ഇനിയും കുറച്ചും കൂടെ, അതായത് ഇപ്പൊ നമുക്ക് സമൂഹ മാധ്യമങ്ങളൊക്കെ വളരെ, അപ്പൊ ഇതുപോലത്തെ വോയിസ് ഒക്കെ കുറച്ചും കൂടെ ആളുകളിലേക്ക് എത്തണം എന്നുള്ള ഒരു ഇതാണ്. അപ്പോൾ ഇത് കലോത്സവത്തിൽ മാത്രം ഒതുക്കേണ്ട കഴിവല്ല ഗൗതമിന്റെ. അപ്പോൾ കലോത്സവത്തിൽ മാത്രം ഒതുങ്ങരുത്. ഇതിപ്പോ എത്രാം ക്ലാസ് ആണെന്നാ പറഞ്ഞേ? +1 ഇനി ഒരു വർഷം കൂടെ ഉണ്ട്. അപ്പോൾ അടുത്ത വർഷം നമുക്ക് കലോത്സവത്തിന് കാണണം, സംസ്ഥാന കലോത്സവത്തിന് കാണണം. ഇതുപോലെ സമ്മാനം വാങ്ങി തിരിച്ചു പോകണം, നല്ല പാട്ടും പാടിത്തരണം. അതെ.
ഓക്കെ ഗൗതം, താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദ ബെസ്റ്റ്.